എവരിവൺ. കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരോട് നമ്മൾ ചോദിക്കുക നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള ഒരു സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടൻസി എക്കണോമിക്സ് ഒക്കെ പറയുന്നത് പോലെ തന്നെ പറയുന്ന വേറൊരു സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ശരിയാണ്, 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ നമ്മൾ IT പഠിച്ചു. അതുപോലെയല്ല +1 +2ലേക്ക് വരുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കുറേയധികം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും കോഡിങ്ങും ഒക്കെ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പൊ +1ന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ C++ പ്രോഗ്രാമിംഗ് ആണ് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സെക്കൻഡ് ടൈമിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പോർഷൻസും കൂടെ ആയിരിക്കും +2ല് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഡീൽ ചെയ്യുക. അത് മാത്രമല്ല +2ലേക്ക് വരുമ്പോൾ C++ കൂടാതെ HTML, ജാവാസ്ക്രിപ്റ്റ് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ഉണ്ടാവുന്ന വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇതൊന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റും. എക്സാമിന് ചെല്ലുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് എഴുതാൻ പറ്റുന്നില്ല, പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ പ്രോബ്ലംസിനൊക്കെയുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നന്നായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്രമല്ല, ഏത് സബ്ജക്റ്റ് ആയാലും ഈ ഒരു ട്രിക്കുകൾ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് പഠിക്കാനും അതുപോലെ തന്നെ എക്സാംസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. യെസ്, മനസ്സിലാക്കി പഠിക്കുക. കാണാതെ പഠിക്കുക എന്നുള്ളതിനേക്കാളും മനസ്സിലാക്കി പഠിക്കുമ്പോൾ ഈ പറയുന്ന സബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല സബ്ജക്റ്റിനോട് നമുക്കൊരു ഇഷ്ടവും തോന്നും. അപ്പൊ നിങ്ങൾ വിചാരിക്കും C++ അല്ലെങ്കിൽ HTML ഇതൊക്കെ എന്ന് പറയുന്നത് പ്രോഗ്രാമുകളല്ലേ, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി എങ്ങനെ പഠിക്കാനാ, കാണാതെ പഠിച്ച് എഴുതാന്നുള്ളതല്ലേ ഇതിനകത്തൊരു വഴിയുള്ളൂ. പക്ഷെ ഒരിക്കലും അങ്ങനല്ല. ഇപ്പൊ C++ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു C++ പ്രോഗ്രാം എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക, ഹാഷ് ഇൻക്ലൂഡ് IOStream ഇങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള മീനിങ്ങുകൾ ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു ഹാഷ് ആണെങ്കിൽ ആ ഹാഷ് എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ്. അത് എന്തിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇത് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പൊ നമുക്ക് പ്രോഗ്രാംസിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശരിയാണ്, നിങ്ങൾക്ക് ക്ലാസ്സിൽ കുറെ നോട്ട്സ് കിട്ടുന്നുണ്ടാവും. അതല്ലാതെയുള്ള കുറേയധികം PDF നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട്സ് ആയിരിക്കും. ഈ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ട എന്നുള്ളതല്ല, പക്ഷെ ഇതിനേക്കാളൊക്കെ എഫക്റ്റീവ് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം, ഒരു കാര്യം പഠിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നോട്ട്സ് ആയിരിക്കും. അപ്പം ഈ നോട്ട്സ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുക? നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണുന്നതൊക്കെ അതേപോലെ എഴുതി വെക്കുക, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളെ കുറിച്ച് ബ്രീഫ് ആക്കി എഴുതി വെക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് C++ പഠിക്കാനുള്ള ഒരു സാധനമാണ് ടോക്കൺസ് എന്ന് പറയുന്നത് അല്ലെ. എന്താ ഈ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ C++ന്റെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുക, ടോക്കൺസ്, എന്നിട്ട് കൊടുക്കുന്നു ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാം. അതിനുശേഷം എന്ത് ചെയ്യുക, ടോക്കൺസിൽ നമുക്ക് വരുന്നത് ആരൊക്കെയാണ്? പഞ്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, ലിറ്ററൽസ്, ഐഡന്റിഫയേഴ്സ് ആൻഡ് കീവേഡ്സ്. ഇവർ 5 പേരാണ് വരുന്നത്. ആൻഡ് ഇവരെ നമ്മൾ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് നമുക്കുണ്ട്. എന്താണ്? പൊളിക്ക് എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട് അല്ലെ. സോ നമ്മൾ ആ ഒരു വേർഡ് പൊളിക്ക് എന്നുള്ള വേർഡ് എഴുതുക. ആൻഡ് P for പഞ്ച്വേറ്റേഴ്സ്, O for ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ നമ്മൾ ഓരോന്നിനെ എഴുതുക. ആൻഡ് ഓരോന്നിനും ഓരോ എക്സാമ്പിൾസും കൊടുക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇനി നിങ്ങൾ എക്സാമിന്റെ ടൈമിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ വാസ്റ്റ് ആയിട്ടുള്ള PDF-കളോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ നിങ്ങളുടെ സിമ്പിൾ നോട്ട് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇതായിരിക്കും കൂടുതലും എഫക്റ്റീവ് ആവുന്നുണ്ടാവുക. വെറുതെ ഓരോ ചാപ്റ്ററിൽ നിന്ന് കുറെ നോട്ട്സ് മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഓരോ ടോപ്പിക്കിലെ അല്ലെങ്കിൽ ഈ ഓരോ ചാപ്റ്ററിനകത്തൊന്നും ഇമ്പോർട്ടന്റ് ടോപ്പിക്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. എങ്ങനെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കണ്ടുപിടിക്കാൻ പറ്റും? യെസ്, അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് PYQ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോ ഇന്റർനെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അല്ലെങ്കിൽ ഓരോ വർഷത്തെയും PYQs നമുക്ക് കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് 2017 തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നെറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പം ഓരോ ചാപ്റ്ററിനകത്തുനിന്നും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഓരോ വർഷവും വന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കണ്ടുപിടിക്കുക ആൻഡ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇത് നിങ്ങളുടെ എക്സാംസിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം എന്താണെന്നറിയോ? പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പഠിച്ചില്ലേ, ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്ന
ഏറ്റവും നല്ല മെത്തേഡാണ് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. യെസ്, ലേൺ ചെയ്യാൻ ഏറ്റവും നല്ല ടെക്നിക്ക് ടീച്ചിങ് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി ആരും പറഞ്ഞു കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് മിററിൽ നോക്കി പഠിപ്പിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ആണ്. യെസ്, ഇതുവരെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. റിവൈസ് ചെയ്യുക ഇൻ ദ സെൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ ചിന്തിച്ചെടുക്കുക എന്നുള്ളതിനേക്കാളും എഴുതി നോക്കുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുണ്ടായിരുന്ന പ്രോഗ്രാംസ്, അതിന്റെ സ്ട്രക്ചർ എനിക്ക് കറക്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. ഇപ്പം C++ന്റെ കേസിലാണെങ്കിൽ C++ന്റെ സ്ട്രക്ചർ എനിക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ, അത് ആദ്യം നോക്കുക. അതിനുശേഷം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കുക. ഇനി സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ക്വസ്റ്റ്യൻസ് സംഘടിപ്പിക്കുക. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഞാൻ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യം. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇംപ്രവൈസ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ ഒന്നുകൂടെ പഠിക്കുക, വീണ്ടും എഴുതി നോക്കുക. അപ്പോ ഈ പറഞ്ഞ രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേം കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും, അതുപോലെ മെമ്മറൈസ് ചെയ്യാനും സാധിക്കും. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സാംസിന് നിങ്ങളെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.